സംരക്ഷിച്ചവരാ. അവസാനം ചില വാപ്പാര് മക്കളെയൊക്കെ പഠിപ്പിച്ച് മക്കളൊക്കെ ഒരു നിലക്കെത്തുമ്പോ പിന്നെ മക്കളൊരു വർത്താനം, വാപ്പ നിങ്ങൾ പണിക്കൊന്നും പോകണ്ട, നിങ്ങൾക്ക് ഞാൻ നോക്കിക്കോളാം കുടുംബം. അത് ആഗ്രഹിക്കുന്നവരാ എല്ലാ വാപ്പാരും. മക്കളേന്നൊരു വർത്താനം, കുടുംബം ഞാൻ നോക്കിക്കോളാന്ന് പറയുന്ന ഒരു വർത്താനം, അതുവരെ വാപ്പാര് നയിക്കും, അതുവരെ വാപ്പാര് ഓടും. വാപ്പാര് സമ്പാദിക്കുന്ന സമ്പത്തുകളെ കൊണ്ട് നിങ്ങൾ കാണലില്ലേ? അങ്ങാടിയിലേക്ക് ഇറങ്ങിയിട്ട് കൈമലൊരു 10 ഉറുപ്പ്യന്റെ കാണുന്നോലൊക്കെ വിളിക്കും, ഇന്റെ വക ചായ വന്നോ, ഇന്റെ വക ചായ, പൈസ ഞാൻ കൊടുക്കും. എഴുന്നേറ്റവും പോന്റവും കൂടി കൊടുത്തിട്ടേ പോകും. വാപ്പന്റെ ഉണ്ട്. മീൻ കച്ചവടക്കാരനായാലും കൈക്കൊട്ടുകാരനായാലും ഇനി പറയം പണിയെടുക്കുന്നവനായാലും കയ്യിൽ ആ പൈസ ഉണ്ട്. അവസാനം മക്കളൊക്കെ ഒരു നിലക്കെത്തി, മക്കളൊക്കെ ഒന്ന് വിളിച്ചറിഞ്ഞു, വാപ്പ ഇനി പണിക്കൊന്നും പോകണ്ട, ഞാൻ അയച്ചെന്നോളാം. വാപ്പാരുണ്ടായിരുന്ന മീൻകൊട്ടയും വിൽക്കും, ഉള്ള കൈക്കൊട്ടും തുമ്പയൊക്കെ വേറൊരുത്തർക്ക് കൊടുക്കും. റാഹത്തായി. ഇനി മക്കൾ നോക്കും. ആഴ്ച 1 കഴിഞ്ഞു, മാസം 1 കഴിഞ്ഞു, 2 കഴിഞ്ഞു, 3 കഴിഞ്ഞു. വാപ്പാന്റെ പേരിൽ പൈസ അല്ല. എന്തെങ്കിലും വേണേ ചെലവിന്റെ വാപ്പക്ക് ഞാൻ തന്നോളാന്ന് പറഞ്ഞ മകന്റെ വിളിയൂല്ല. നിവൃത്തികേട് കൊണ്ട് വാപ്പാര് ചില ഉമ്മാരെ കൊണ്ട് ചോദിപ്പിക്കും, ഓനെന്തെങ്കിലുമൊക്കെ തരാനറിഞ്ഞില്ലല്ലോ, അപ്പൊ ഒന്നുമില്ലല്ലോ, ഇയൊന്ന് ചോദിച്ചു. അവസാനം ഉമ്മാര് ചോദിക്കും, ചില വാപ്പാരെന്നെ നേരിട്ട് ചോദിക്കും, മോനെ ഒന്നുമില്ലല്ലോ. വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വാപ്പാക്ക് പേരക്കുട്ടികൾക്ക് ഒരു 50 പൈസന്റെ മുട്ടായി വാങ്ങാൻ പോലും പല വാപ്പാരെ കീശയിലും പൈസ അല്ല. ചോദിക്കലുണ്ട് ഏതെങ്കിലും മക്കള് വാപ്പാരോട്? അങ്ങനെ തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ചോദിക്കുന്ന വാപ്പാരോട് ചില മക്കൾ പറയുന്ന മറുപടി എന്താ? എന്തിനാ വാപ്പ അങ്ങക്ക് ഇപ്പൊ ഒരു പൈസന്റെ ചെലവ്? കുടുംബം ഞാനല്ലേ നോക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ചെലവ് വേണമെങ്കിൽ നിങ്ങൾ ഓളോട് ചോദിച്ചോളി, ഞാൻ ഓളെ പേരിൽ അയക്കുന്നത്. മാനാഭിമാനമുള്ള സ്വന്തം മക്കളെ ആർക്കും മുമ്പിലും കൈനീട്ടാതെ വളർത്തിയ ഏത് വാപ്പയാണ് മക്കളെ സ്വന്തം മകന്റെ ഭാര്യന്റെ മുമ്പിൽ കൈനീട്ടുക? ആ മക്കളുടെ കയ്യിൽ നിന്നും കിട്ടേണ്ട പണം കൊണ്ട് നാലാളുകൾക്ക് ചായ വാങ്ങിക്കൊടുക്കേണ്ട ഗതികേട് വേണ്ടാന്ന് വെച്ച് പട്ടിണി കിടക്കാൻ തയ്യാറുള്ളവരാ ഒരു കാലഘട്ടത്തിലധികവും നമ്മളെ പോറ്റി വലുതാക്കി ഈ മാതാപിതാക്കള്. വിദേശത്ത് നിന്ന് വിളിക്കുന്ന മക്കൾക്ക് നെറ്റായാലും അല്ലാതെ വിളിച്ചാലും മണിക്കൂറുകളോളം ഭാര്യമാരോട് സംസാരിക്കാൻ നേരണ്ട്. പെറ്റുമാരോട് വിശേഷം ചോദിക്കാൻ നേരല്ല, വാപ്പാനോട് ചോദിക്കാൻ നേരല്ല. വേണ്ട ഒരു മക്കളുടെയും പണം വാപ്പാർക്ക് അവര് ചോദിക്കാറില്ല. എന്റെ വാപ്പാക്ക് ഞാൻ കൊടുക്കുന്ന പണത്തെക്കാൾ ഏറെ ഏത് വാപ്പാരും ആഗ്രഹിക്കുന്നത് എന്താ? ഒരു ചോദ്യം, വാപ്പ നിങ്ങൾക്കൊരു സൂക്കേട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു അസ്വസ്ഥത ഉണ്ട് എന്നൊക്കെ കേട്ടിരുന്നല്ലോ, ഡോക്ടർ അടുത്ത് പോണോ? ഞാനൊരു ദിവസം ലീവാക്കണോ? ഞാൻ വരണോ? അതല്ലെങ്കിൽ ഞങ്ങളെല്ലാവരോടും കൊണ്ടുപോണോ? മതി. ഉള്ള കൊരന്റെ സങ്കടാണെങ്കിൽ പോലും വാപ്പത് പൊത്തിപ്പിടിച്ചിട്ട് പറയും, വേണ്ട മക്കളെ. ആ ചോദ്യ മക്കളെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ആ ചോദ്യം നമ്മൾ ദുനിയാവ് പ്രതീക്ഷിക്കേണ്ടത് ഇല്ലാതായി കൊണ്ടിരിക്കുകയാണ്, അവഗണിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കള്. ഓരോരോ വീടിന്റെ മൂലയിലേക്കും ഓരോരോ കോലങ്ങളിലേക്കും. പണ്ട് കാലങ്ങളിലൊക്കെ ജനിച്ചു വീഴുന്ന കുഞ്ഞിനെ ഒക്കത്തെടുക്കുമ്പോ വായിൽ നിന്നും തേനൊലിക്കുന്നു എന്നാണ് നമ്മൾ പറയാറുള്ളത്, അല്ലേ? ആരാ അത് തേനാന്ന് പറഞ്ഞത്? വൈദ്യശാസ്ത്രം ഓർമ്മപ്പെടുത്തിയ അത് തുപ്പല, ഉമിനീരാണത്. പക്ഷെ ആ ഉമിനീരൊലിക്കുമ്പോ പോലും അറപ്പില്ലാതെ അത് കൈകൊണ്ട് തുടച്ച് തേനൊലിപ്പിക്കല്ലടോ എന്ന് പറഞ്ഞ അതേ വാപ്പാന്റെ വായിൽ നിന്ന് പ്രായം കൂടുമ്പോ അതേ നീരൊലിക്കുമ്പോ വാപ്പാനോടൊന്ന് പുറത്തുപോയി തുപ്പാൻ പറയുന്ന അത്ര അവഗണനയും കേൾപ്പില്ലായ്മയും കൊടുത്തിട്ടുണ്ടെങ്കിൽ നഊദു ബില്ലാഹ്, ഈ ദുനിയാവിൽ പിന്നെന്തിനാ നമസ്കാരം? സ്വന്തം വാപ്പാനെയും ഉമ്മാനെയും നോക്കാത്തോൽക്ക് പിന്നെന്തിനാ മനുഷ്യരെ ജമാഅത്ത്? പിന്നെന്തിനാ ഖുർആൻ ക്ലാസ്? പിന്നെ ആരെ കാണിക്കാനാ ഈ പരക്കം പാഴേല്? ചില ഉദാഹരണം പറയാറുണ്ട്. എന്തൊക്കെ ബാക്കിയായാലും അവസാനം ബാക്കിയാകും ഉമ്മാന്റെയും ബാപ്പാന്റെയും സ്നേഹം മാത്രം. അതിന് പകരം വെക്കാൻ ഈ ദുനിയാവിലും